ഇപ്പൊ റെന്നാണ് അവന്റെ കസിന്റെ കൂടെ പുറത്ത് ഷോപ്പിങ്ങിന് വന്നേക്കും. അപ്പോഴാണ് അവൾ സന്തോഷത്തി കുറെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഇതൊക്കെ മറ്റേ സീനിയറിന് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സെല്ലാം ചോദിക്കും. അപ്പോഴാണ് അവനും അപ്പൊ സത്യത്തി അവന് വേണ്ടി ഇവളുടെ വായക്ക് ഇനി തൊട്ട് അടക്കാൻ പോകാൻ ചോദിക്കുമ്പം അവളാണ് എന്തായാലും അവന് ഇഷ്ടം അതായതുകൊണ്ട് ഇവൾ അങ്ങനെ തന്നെ ഇരിക്കും പറയും. കൂടാതെ എപ്പോഴും കൂടെ വരത്തില്ലെന്ന് പറഞ്ഞ് ഇവൻ എന്തിനാ ഇന്നൊന്നും പറയാതെ വന്നേന്ന് പറഞ്ഞ് റിന്നിനോട് ചോദിക്കുമ്പം അവനാണ് വന്ന കാര്യം ഇവളോട് ഇപ്പൊ ചോദിക്കും. അങ്ങനെ നിന്നെ ഒരാൾ കിസ് ചെയ്യാണ്, നീ അത് എങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞ് ഇവനെ ചോദിക്കുമ്പം ഇത് കേട്ട് അവളാണ് ഷൈ ആയിട്ട് എടാ കൊച്ചുകൊള്ള നീ ഞങ്ങൾ കിസ് ചെയ്ത് നീ കണ്ടായിരുന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു ആ സീൻ, ബ്യൂട്ടിഫുൾ അല്ലായിരുന്നോ എന്ന് ഇവൾ ചോദിക്കുമ്പം അവനും കുറച്ച് ഷൈ ആയിട്ട് കൊള്ളാന്ന് പറയും. അതിനുശേഷം അവൻ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം എന്തേലും ചോദിക്കുമ്പം ഇവളാണ് അങ്ങനെ സീനിയർ കിസ് ചെയ്തപ്പോ തൊട്ട് ഞങ്ങളുടെ ഒരു കപ്പിൾസ് ആയെന്ന് പറഞ്ഞ് ഇനി കല്യാണത്തെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോഴാണ് ഇത് കേട്ട് റെന്നാണ് എങ്കിൽ പിന്നെ ഞാനും ലൂവാൻ ഇപ്പൊ കപ്പിൾസ് ആണോ എന്നിന് അവനും കസിൻ പറഞ്ഞ രീതി മനസ്സിലാക്കി വെക്കും. അങ്ങനെ അതുകൊണ്ട് അടുത്ത ദിവസം തൊട്ട് ഇവൻ ക്ലാസ്സിൽ പോകുന്ന മുമ്പേ തന്നെ ഡേറ്റിന് പോകുന്നതിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവന്റെ കൂട്ടുകാരന്മാരാണ് നീ പഠിക്കാനാണോ അല്ലെ ഡേറ്റ് ചെയ്യാനാണോ പോകുന്നതെന്ന് പറഞ്ഞ് അവനെ കളിയാക്കിട്ട് പോകും. അതേസമയം ഇവിടെ റെന്നാണ് ലൂവാനെ കണ്ട് എങ്ങനെ സംസാരിക്കണം എന്നറിഞ്ഞ് അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ആദ്യം അവൾ കണ്ട് സംസാരിക്കട്ടെ എന്നറിഞ്ഞ് ഇവൻ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എന്തായാലും നേരിട്ട് തന്നെ പോയി നമുക്ക് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ അവളെ കാണാൻ വേണ്ടി ചെല്ലും. അതേസമയം ലൂവാനും അവളുടെ കൂട്ടുകാരുടെ കൂടെ വെള്ളം എടുക്കാൻ വേണ്ടി നിൽക്കുമ്പം ഇത് കണ്ട് അവനാണ് എങ്കിൽ പിന്നെ ആദ്യം അവളുടെ അടുത്ത് നിന്ന് അവൾക്ക് വരെ വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിക്കും. അങ്ങനെ അതുകൊണ്ട് അവനോട് അടുത്തേ ചെന്ന് പെട്ടെന്ന് ഇവളുടെ നിന്ന് കുപ്പി തട്ടി പറിക്കുമ്പോഴാണ് ഇത് കണ്ട് അവർ രണ്ടുപേരും കൂടെ ഷോക്കാകും. അതേസമയം അവനും കുറച്ച് ഓവറായിട്ട് പോയെന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുമ്പം ലൂവാനും മറ്റേ കിസിനെ കുറിച്ച് ആലോചിച്ചിട്ട് അവൾ ഇവനോട് മിണ്ടാതെ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവളുടെ കൂട്ടുകാരാണ് എന്റെ ബോട്ടിൽ പോയെന്ന് പറഞ്ഞ് അവളിത് വാങ്ങിച്ചിട്ട് തരാന്ന് പറയുമ്പം ഇവിടെ ലൂവാനും എന്തായാലും അവൻ ഇനി നമ്മൾ കാണണം എന്ന് പറഞ്ഞിട്ട് ഇവളെയും വിളിച്ചോണ്ട് ക്ലാസ്സിലേക്ക് ചെല്ലും. അതിനുശേഷം ക്ലാസ്സിൽ വെച്ച് ഇവരുടെ ടീച്ചറാണ് എല്ലാവരെയും ബ്ലഡ് എടുത്ത് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അടുത്തുള്ളവരായിട്ടായിരിക്കും ഇവർക്ക് ആ ടെസ്റ്റ് നടക്കുന്നതെന്ന് പറയുമ്പം ഇവിടെ ലൂവാനാണ് കുറച്ച് സന്തോഷത്തെ അവളുടെ കൂട്ടുകാരെ നോക്കും. അപ്പോഴാണ് അവളും പേടിച്ചിട്ട് പരീക്ഷയ്ക്ക് എന്റെ കൈ നീ കുത്തി കൊല്ലല്ലേ എന്ന് പറഞ്ഞ് അവളിങ്ങനെ പേടിച്ചിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന റെന്നാണ് ഇവൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം പിടിച്ചോണ്ടിരുന്നത്. അങ്ങനെ അവൻ അവിടുത്തെ ഒരു പയ്യന്റെ കൊടുത്തയക്കുമ്പം അതേസമയം ഇവനെ കാണാൻ വേണ്ടി മറ്റേ ഗുവാൻ അവിടേക്ക് വരും. അപ്പോഴാണ് ബോട്ടിൽ കൈ കിട്ടുന്ന ലൂവാൻ അവനെ നോക്കുമ്പോൾ അവൻ മറ്റേ പെങ്കൊച്ചായിട്ട് സംസാരിച്ചിരിക്കുന്നുണ്ട്. ഇവള് ദേഷ്യത്തി അവളുടെ കൂട്ടുകാരുടെ കുപ്പി എടുക്കും. അപ്പോഴാണ് അവൾ ഇത് കണ്ടിട്ട് ഓ ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ തമ്മിലുള്ള ചർച്ച മാറി ഇപ്പൊ അവർ തമ്മിലുള്ള ചർച്ചയായിട്ട് മാറി എന്നിനെ ലൂവാനെ സമാനപ്പെടാൻ പറയും. അതിനുശേഷം ലൂവാനാണ് റെൻ ഇവളെ കിസ് ചെയ്ത കാര്യം മറ്റേ വാങ്ങിനോട് ചെന്ന് പറയുമ്പം അവനാണ് ഷോക്കായിട്ട് എന്തുവാ അവൻ നിന്നെ കിസ് ചെയ്തെന്നോ, നിന്റെ കാല് വയ്യെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ പൊക്കിയെടുത്തോണ്ട് പോയ അതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ സംഭവിച്ചോ എന്നിന് അവൻ ചോദിക്കുമ്പോൾ അവളും അവിടെ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് അവൾ എല്ലാ കാര്യം വിവരിച്ചറിയും. അപ്പോഴാണ് എല്ലാം കേട്ടിട്ട് അവനും എങ്കിൽ പിന്നെ ആ റെന്ന് നിനക്ക് ഇഷ്ടമായിരിക്കും അതുകൊണ്ടല്ലേ അവൻ കിസ് ചെയ്ത് ഏതിന് ഇവൻ പറയുമ്പം അവൾ ഇത് വിശ്വസിക്കാതെ എന്നെ പോലെ പഠിക്കാത്തൊരു വ്യക്തിയെ അവൻ ഒരിക്കലും സ്നേഹിക്കത്തില്ലെന്നറിഞ്ഞ് ഇവനോട് പറയും. അപ്പോഴാണ് അവനും ചിലപ്പോ മണ്ടികളായിരിക്കും അവൻ ഇഷ്ടം എന്നറിഞ്ഞ് അവസാനം ഇവളെ മൊത്തത്തിൽ അങ്ങ് ഡാമേജ് ചെയ്യും. അങ്ങനെ ഇവ രണ്ടേ തിരിച്ച് ഇപ്പൊ കോളേജിലേക്ക് വരുമ്പോഴാണ് അതേസമയം അവനും ബുജ്ജികളൊക്കെ ബുജ്ജികളെ തന്നെ സ്നേഹിക്കണമെന്നില്ലെന്ന് ഇവളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് അവളും 5 വർഷമായിട്ട് ആൻജിഷ എന്ന് വെച്ച് സ്നേഹിച്ച അവനെ ഇഷ്ടപ്പെട്ടില്ല, അതിനുശേഷം ഞാൻ നിന്നെ വായി നോക്കി പക്ഷെ നീയും സെറ്റായില്ല, ഇപ്പൊ അവനെ കുറിച്ച് ഞാൻ തെറ്റിരിച്ച് അതും ഫെയിലായ പിന്നെ ഞാൻ മൊത്തത്തിൽ തകർന്നു എന്നിന് ഇവള് പറയുമ്പം ഇത് കേട്ട് വാങ്ങാണ് ഷോക്കായിട്ട് നീ ഇപ്പൊ എന്തോ പറഞ്ഞ നീ എന്നെ സെറ്റ് ചെയ്യാൻ നോക്കുന്നോ ഇതൊക്കെ ഇപ്പം നടന്ന് ഏതിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും പിന്നെ എന്തിനാണ് നിന്റെ കൂടെ കറങ്ങുന്നതെന്ന് പറഞ്ഞ് അവൾ ആ കാര്യം പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് പാവം പയ്യനാണ് അളിയ സോറി നീ എന്നെ സ്നേഹിക്കുവാന്ന് 1% പോലും എനിക്ക് മനസ്സിലായില്ല ഏതിന് അവനും പറയുമ്പം ഇവൾ എന്തായാലും ഇനി സ്നേഹിക്കത്തൊന്നുമില്ല നമ്മ രണ്ടൊരു കട്ട ഫ്രണ്ട്സ് ആണെന്ന് അവൾ അറിയും. അങ്ങനെ അതിലായിരിക്കും അവന് സന്തോഷം. അതേസമയം റെൻ മറ്റേ സീനിയറായിട്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമ്പോഴാണ് സീനിയറാണ് ഇവന് PG അഡ്മിഷനെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് അതിനെ കുറിച്ച് തിരക്കും. അപ്പോഴാണ് റെന്നും അഡ്മിഷനെ കിട്ടി അടുത്ത ആഴ്ച അവര് ലാബിലേക്ക് വരാൻ പറഞ്ഞെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് സീനിയറും നിനക്ക് ലാബിൽ വർക്ക് ചെയ്യാണ് അത് നമ്മുടെ കോളേജ് വർക്ക് ചെയ്താൽ പോലെ എന്ന് പറഞ്ഞ് ഇവരുണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് സീനിയറിന്റെ ആയിരിക്കുന്ന പുതിയ വാച്ച് കണ്ടിട്ട് ഇത് അവന്റെ കസിൻ വാങ്ങിച്ചെന്നു പറഞ്ഞ് റെൻ ചോദിക്കും. അപ്പോഴാണ് സീനിയറും ആണടാ എന്റെ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തോണ്ട് അവൾ ഈ വാച്ച് വാങ്ങിച്ചു കൊടുത്ത് ഞാൻ എവിടെ കൊണ്ടെന്ന് അവൾ അറിയാൻ ആഗ്രഹിച്ചിരിക്കുക, ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നിന് ഇവനും പറയുമ്പോൾ ഇത് കേട്ട് തന്നെ ഇതേപോലെ എന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടേനെ എന്നിന് അവൻ പറയുമ്പോഴാണ് സീനിയറാണ് ഷോക്കായിട്ട് ഇവന് ഗേൾ ഫ്രണ്ടൊക്കെ ആയും ചോദിക്കും. അപ്പോഴാണ് റെന്നും ലൂവാൻ എന്റെ ഗേൾ ഫ്രണ്ടാ, അവള് നിന്റെ ഗേൾ ഫ്രണ്ട് പോലെ ആയിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ, പക്ഷെ അവള് എന്നെ അവോയ്ഡ് ചെയ്തോണ്ടിരിക്കുക എന്നിന് റെന്നും പറയുമ്പം ഇത് കേട്ട് സീനിയറും എടാ നിന്റെ ഗേൾ ഫ്രണ്ട് പോലെ എനിക്ക് വേണമായിരുന്നു, കാരണം ഇവൾ എപ്പോഴും എന്റെ പുറകെ നിന്ന് ശല്യപ്പെടുത്തുക, എനിക്ക് സമ്മാനിച്ച് വർക്ക് പോലും ചെയ്യാൻ പറ്റുന്നില്ല ഏതിന് അവരും പരസ്പരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ ലൂവാനും അവളുടെ സ്വന്തം കയ്യിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ് അവൾ കുറെ പ്രാവശ്യം ബ്ലഡ് എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അത് മൊത്തത്തിൽ എല്ലാം ഫെയിലായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് അവളും വേദന സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ തന്നെ സ്വിമ്മിംഗ് ക്ലബിലേക്ക് വരുമ്പോഴാണ് അവന്മാരെല്ലാം ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കുമ്പം അവിടെ രണ്ടവന്മാരാണ് ഒരു പെണ്ണിനെ ഈ ഇടയ്ക്ക് സെറ്റാക്കിയെന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് റെന്നാണ് അടുത്തേക്ക് വന്നിട്ട് ഇവരെന്തിനെ കുറിച്ച് സംസാരിക്കുന്നത് ചോദിക്കും. അതോടെ അവന്മാരാണ് പേടിച്ചിട്ട് ഞാൻ പെണ്ണിനെ സെറ്റാക്കിയതുകൊണ്ട്
ട്രെയിനിങ്ങിനെ അത് ബാധിക്കത്തില്ലെന്ന് അവനും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുമ്പം റെന്നാണ് അതൊന്നും അറിയണ്ട, നീ എങ്ങനെ അവൾ സെറ്റാക്കിയെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഇവൻ അതിനെക്കുറിച്ച് തിരക്കും. അപ്പോഴാണ് മറ്റവനും പറയുന്ന ആകെ അവൻ ആ പെങ്കൊച്ചിന് 5 പ്രാവശ്യം കണ്ടുള്ളു. ആദ്യം കണ്ടപ്പോൾ തന്നെ മതിലിന്റെ അടുത്ത് അവളെ ചേർത്ത് നിർത്തി ഇവൻ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ച്, പിന്നീട് ഫ്ലവേഴ്സും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർ സെറ്റാകുന്നു. ഇവന് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം ഇത് കേട്ട് റെന്നും ഇതൊക്കെ ലൂവാനോട് ചെയ്തു നോക്കാന്ന് അവൻ തീരുമാനിക്കും. അതേസമയം അവന്റെ കസിനാണ് എപ്പോഴും സീനിയറിന്റെ പുറകെ തന്നെ കാണും. അങ്ങനെ അവൻ അകത്തിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നാലും ഇവള് പുറത്ത് അവന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനാണ് ഇവൾ ഇവിടെ ഉള്ളതുകൊണ്ട് അവന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും ഞാനെന്തോ തെറ്റ് ചെയ്ത്, ഞാനിവിടെ സമാധാനത്തിരിക്കുമല്ലേ, ഞാൻ വല്ല സംസാരിച്ചോ ഇല്ല എന്നിന് ഇവളും പറയുമ്പം കറക്റ്റ് അതേസമയം ലൂവാൻ അവിടേക്ക് വരും. കാരണം ഇവൾക്ക് ഈ ബ്ലഡ് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റാത്തോണ്ട് ഇവനോട് അഡ്വൈസ് വഹിക്കാൻ വേണ്ടി വന്നയാ. അപ്പോഴാണ് അത് കേട്ട അവനും ആദ്യം കുറെ ടെൻഷനൊക്കെ കാണും. പക്ഷെ നീ സ്വന്തം കൈ ടെസ്റ്റ് ചെയ്ത് നോക്കാതെ പരിചയമില്ലാത്തവരുടെ അടുത്തൊക്കെ ബ്ലഡ് എടുക്കാൻ വേണ്ടി പറയും, എന്നാലേ കുറച്ചെങ്കിലും റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യാൻ തോന്നത്തില്ലെന്ന് ഇവനും പറയുമ്പം പ്രധാനമായിട്ട് ഇവളുടെ ബോയ് ഫ്രണ്ടിനോട് ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ടെന്ന് പറയും. അപ്പോഴാണ് അത് കേട്ട് അവള് ഷോക്കായിട്ട് എനിക്ക് ബോയ് ഫ്രണ്ടോ, ഞാൻ സിംഗിൾ ആണല്ലേ എന്നിന് അവൾ പറയുമ്പം സീനിയറാണ് റെന്ന ഇവരുടെ സെറ്റായ കാര്യം പറഞ്ഞെന്ന് പറയും. അതോടെ കസിനാണ് സന്തോഷിത്തി എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിങ്ങൾ രണ്ടും എപ്പോഴും സെറ്റാവുന്നു എന്നിന് അവൾ സന്തോഷിത്തിരിക്കുമ്പം ഇവിടെ ലൂവാനും ദേഷ്യത്തി ഞങ്ങൾ തമ്മിൽ സെറ്റായെന്നാണ് അവൻ പറഞ്ഞു നടക്കുന്നതെന്ന് അവൾ നേരെ റെന്നെ കാണാൻ വേണ്ടി ചെല്ലും. അതേസമയം റെന്ന് സ്വിമ്മിങ് ഒക്കെ നിർത്തിയിട്ട് അവന്മാർ അഡ്വൈസ് ആയി കേട്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവന്മാരും ഈ പെണ്ണുങ്ങളെ വീഴ്ത്താനൊക്കെ എളുപ്പ ചുമ്മാ അവളുമാരെ കുറിച്ച് പൊക്കി പറഞ്ഞറിഞ്ഞ് ഇവരൊക്കെ കുറെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പം അവിടേക്ക് ലൂവാനാണ് ഇതെല്ലാം കേട്ട് ദേഷ്യത്തിൽ നിൽക്കും. പക്ഷെ അവന്മാരാണ് അതൊന്നും കാണാതെ ഗേൾസിന് ഇങ്ങനെ സെറ്റ് ചെയ്ത വീട് അങ്ങനെ സെറ്റ് ചെയ്ത വീടെന്ന് പറഞ്ഞ് അവളുമാരെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അതോടെ ഇവളാണ് കട്ട ദേഷ്യത്തി റെൻ എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് പോകും. അതിനെ ശിവനും ഇവന്മാര് പറഞ്ഞ പോലെ മതിൽ വെക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് വെക്കണോ ലെഫ്റ്റ് ഹാൻഡ് വെക്കണോ എന്ന് പറഞ്ഞ് ഇവനും കുറെ ആലോചന അകത്തേക്ക് ചെല്ലുമ്പം അവളാണ് ദേഷ്യത്തി ഗേൾസിനെ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു പറഞ്ഞ് പെട്ടെന്ന് ഇവനോടങ്ങ് ചൂടാകും. അതോടെ അവനാണ് ഞാൻ എന്തോ ചെയ്യുന്ന പറഞ്ഞ് അവൻ ഇങ്ങനെ ഷോക്കായി നിൽക്കുമ്പം അവൾ ഇവൻ ഗേൾസിനെ കുറിച്ച് ഇത്രയും വീക്കായിട്ട് വിചാരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലെന്ന് പറയും. അത് മാത്രമില്ലാതെ നമ്മളുടെ ഒരു കപ്പിൾസ് ആണ്, നീ എന്തിനാ സീനിയറിനോട് ചെന്ന് പറഞ്ഞെന്ന് ഇവൾ അതിനെ കുറിച്ച് ചോദിക്കുമ്പം ഇവനാണ് അപ്പം നമ്മൾ കപ്പിൾസ് എല്ലാം ജയിക്കും, കാരണം കിസ്സോടെ ഇവർ കപ്പിൾസ് ആയെന്ന് ഇവൻ വിചാരിക്കുന്നത്. അപ്പോഴാണ് അവളും എന്നെ പ്രൊപ്പോസലും ചെയ്തില്ല എന്നിട്ട് നമ്മൾ എങ്ങനെ ബന്ധത്തിലായെന്ന് പറഞ്ഞ് ഇവൻ ചുമ്മാ ഇവളെയും കൂടെ ഇട്ട് കളിയാക്കല്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ഞാൻ ചുമ്മാ കളിയാക്കുമല്ലെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പം ഇവൾ എങ്കിൽ പിന്നെ എന്നെ പോലെ ഒരു മണ്ടി നീ എന്തിനാ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ് ചുമ്മാ ഇവളുടെ ഫീലിങ്സ് കളിക്കലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവനാണ് ഇവളുടെ കൈക്ക് ഇത് എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പം അവൾ അവനോടൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. അതിനുശേഷം സീനിയറാണ് റെന്നെ ഫോം വിളിച്ച് വരാൻ പറയുമ്പോഴാണ് ഇവിടെ കസിന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ അവന് വിളിച്ചോണ്ടാവാൻ പറയും. അപ്പോഴാണ് കസിനും പേടിച്ചിട്ട് ഞാൻ എന്തോ തെറ്റ് ചെയ്ത്, ഞാനിവിടെ സൈലന്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത് എന്നിന് അവളും പോകത്തില്ലെന്ന് പറയുമ്പം റെൻ അവളെ ഫോഴ്സ് ചെയ്ത് വിളിച്ചോണ്ടാവാൻ നോക്കും. പക്ഷെ അവൻ പോകുന്ന മുമ്പേ തന്നെ ആ സീനിയറിനോട് ഇവ മുമ്പ് പറഞ്ഞേക്കെ തെറ്റാ, അവനും ലൂവാനും കപ്പിൾസ് അല്ലെന്ന് പറഞ്ഞിട്ട് പോകും. അതിനുശേഷം ഇവിടെ കസിനാണ് ഇവൾ എന്തിനാ വെറുതെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞ് അവൾ സങ്കടത്തിരിക്കും. അപ്പോഴാണ് റെൻ അവളോട് എടി നിനക്ക് മനസ്സിലാകുന്നില്ല, നീ ലാബിന്റെ പുറത്ത് ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട് അവന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിന് ഇവൻ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവളും അതാ ഞാൻ എന്തുകൊണ്ടാ ചോദിക്കുന്നത്, ഞാൻ അവനെ ശല്യപ്പെടുത്തില്ലല്ലോ, ഞാൻ അവിടെ ചുമ്മാ ഇരിക്കുക, അതെങ്കിലും എനിക്ക് ചെയ്തുകൂടെ എന്നിന് ഇവള് വിഷമിക്കുമ്പോഴാണ് അവനും എടി മരമണ്ടി നീ അവിടെ കുത്തിയിരിക്കുന്നുണ്ടാ നിന്റെ ചിന്തയെ തന്നെ അവന് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത എന്നിന് അവൻ പറയുമ്പം ഇത് കേട്ട് അവള് ഷോക്കായിട്ട് അതിനർത്ഥം അവനപ്പം എല്ലാ സമയത്തും എന്നെ കുറിച്ച് ആലോചിച്ചിരുന്നോണ്ടാണ് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെയാണെങ്കിൽ അവൻ എന്നോട് സ്നേഹം കട്ടയ്ക്കുണ്ട്, സോറി ഷീബായ് ഞാൻ നിന്നെ തെറ്റിരിച്ച് എന്നിന് വീണ്ടും അവൾ അവന്റെ പുറകെ ഓടിച്ചില്ലും. അതിനുശേഷം അന്ന് വൈകിട്ട് വരെ ഇവിടെ ലൂവാനും കുറെ നോട്ടീസ് കൊടുത്താണ് ആരെയൊക്കെ ബ്ലഡ് എടുക്കാൻ വരണമെന്ന്, പക്ഷെ ആരും വന്നാണത്തില്ല. അപ്പോഴാണ് അവസാനമായിട്ട് അവിടേക്ക് റെന്നും വരുമ്പം ഇത് കണ്ട് ഇവളാണ് ഇവൻ എന്തിനാ ഇവിടേക്ക് വന്നേ ജയിക്കും. അപ്പോഴാണ് അവനും ഞാൻ ഈ നോട്ടീസ് ഉണ്ട് തന്നെയാ നിനക്ക് ബ്ലഡ് എടുക്കണ്ടേ എന്റെ കയ്യിൽ നിന്ന് എടുത്തോ ഏതിന് അവൻ പറയുമ്പം ഇവളാണ് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇവനെ പോകാൻ പറയും. പക്ഷെ അവനൊന്നും കേൾക്കാതെ ഞാൻ ഇവിടെ വോളണ്ടിയർ ആയിട്ടാ വന്നേന്ന് പറഞ്ഞ് ഇവളെ ധൈര്യത്തിൽ ബ്ലഡ് എടുക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവളും ഇവന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കാൻ പോകുമ്പോഴാണ് അവളുടെ കൈയൊക്കെ ഇങ്ങനെ വരച്ചോണ്ടിരിക്കും. അത് കണ്ട് അവനാണ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കൊന്നും വേദന എടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവൾ എത്ര ആണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ ആദ്യം കുത്തിയിട്ട് ഇവന് വേദന എടുക്കുന്ന ചോദിക്കുമ്പം അവനാണ് വേദന ഒന്നുമില്ല നീ ഒന്നും കൂടെ എടുക്കുമെന്ന് പറഞ്ഞ് അവളെ സമ്മാനപ്പെടുത്തും. അങ്ങനെ കുറെ പ്രാവശ്യം ഇവൾ തെറ്റിച്ച് കുത്തുമ്പോഴാണ് അവന് വേദന എടുത്താലും ഇവളോടത് പറയത്തില്ല. അങ്ങനെ ഓരോ ട്രൈയിന് ശേഷം ഇവൻ അവസാനമായിട്ട് ഇവളെ കൊണ്ട് പറ്റുമെന്ന് പറയുമ്പോഴാണ് ആ ധൈര്യത്തിൽ തന്നെ ഇവൾ കറക്റ്റ് ആയിട്ട് ബ്ലഡ് എടുക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷിച്ചിരിക്കുമ്പം ഇവളിപ്പോ സക്സസ് ആയെന്ന് അറിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവൾ ആ സോഫയിൽ നോക്കുമ്പോൾ ഇവന്റെ അടുത്ത് ഇങ്ങനെ സോഫയിൽ ഞെങ്ങിപ്പോയി കിടക്കുന്നത്, കാരണം അവന്റെ വേദനയെല്ലാം അവൻ ഫോഴ്സ് ചെയ്തോണ്ടിരുന്ന. അതുകൊണ്ട് അവളാണ് വേദന എടുത്തിട്ട് എന്തിനാ ഇവൻ ചുമ്മാ ഇങ്ങനെ ആക്ട് ചെയ്തെന്നറിഞ്ഞ് അവനോർത്ത് ഫീൽ ചെയ്യും. എന്നിട്ട് അടുത്ത ദിവസം ടീച്ചറും ഇവർക്ക് ടെസ്റ്റ് വയ്ക്കുമ്പോഴാണ് ഇവിടെ ലൂവാന്റെ കൂട്ടുകാരും പേടിച്ചിട്ട് നിനക്ക് പരീക്ഷയ്ക്ക് പാസ് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിലും എന്റെ കയ്യിനെ കുറിച്ചൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞ് അവൾ പേടിച്ചിരിക്കും. അങ്ങനെ അവസാനം ടെസ്റ്റ് കഴിയുമ്പോഴാണ് ഇവിടെ പരീക്ഷയ്ക്ക് വിജയിക്കുന്ന ലൂവാനായിരിക്കും. അതുകൊണ്ട് അവളുടെ കൂട്ടുകാർ അപ്സെറ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് തോറ്റിട്ട് ഞാനാ ഇപ്പൊ നിനക്ക് ചെലവ് ചെയ്തെന്നറിഞ്ഞ്
ഇവൾ എത്രയും പെട്ടെന്ന് എങ്ങനെ ബ്ലഡ് എടുക്കാൻ പഠിച്ചേം ചെയ്യിക്കും. അതുകൊണ്ട് ലൂവാനെ സന്തോഷത്തി അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം മോളെന്നറിഞ്ഞ് അവൾ അവിടെ ചിക്കൻ പീസ് അയച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവളും റെന്നിന് മെസ്സേജ് അയച്ച് ഇവളെ ടെസ്റ്റ് പാസ്സായി പറഞ്ഞ താങ്ക്സ് പറഞ്ഞ് ഇവന് വേണ്ടി കേക്ക് ഉണ്ടാക്കി വെച്ചേക്കെന്ന് അറിയും. അപ്പോഴാണ് അവനും അവന്റെ ലോക്കറി വെച്ചാന്ന് അറിഞ്ഞിട്ട് അവൻ മെസ്സേജ് ഇട്ടേക്കും. അതിനുശേഷം ഇവിടെ ലാബിൽ നിന്ന് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ട് സീനിയർ കസിനെ വിളിച്ചോണ്ട് ഡേറ്റിന് പോകുമ്പോഴാണ് അവളാണ് നമ്മൾ ബോട്ടിംഗ് ആണോ അല്ലെ സ്വിമ്മിംഗ് ആണോ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട അവനും ബോട്ടിംഗ് സ്വിമ്മിംഗ് ഒന്നുമില്ല, നമ്മൾ മീൻ പിടിക്കാൻ പോവുക ഏതിന് അവനും പറഞ്ഞിട്ട് ഒറ്റ സ്ഥലത്ത് കുത്തിയിരിക്കുമ്പം ഇവളാണ് ബോറടിച്ച് ഇങ്ങനെ ഉറങ്ങിപ്പോകും. അപ്പോഴാണ് അവിടെ ഫുള്ളും കൊതുകായതുകൊണ്ട് ഇവന് കുറച്ച് ഓയിൽമെന്റ് എടുത്ത് അവളുടെ കാലിൽ ഇങ്ങനെ തടവി കൊടുക്കും. അങ്ങനെ അതോടെ അവളാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇവൻ ഇത്രയ്ക്ക് സ്നേഹമെന്ന് പറഞ്ഞ് അവൾ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുമ്പം ഇത് കേട്ട അവനും എനിക്ക് വേണ്ടി ഇങ്ങനെ പതിയൊന്നും സംസാരിക്കണ്ട, നീ നിന്റെ ഇഷ്ടത്തിന് പോലെ നോർമലായിട്ട് സംസാരിച്ചതെന്ന് പറയും. അതോടെ അവളുടെ ആക്റ്റെല്ലാം നിർത്തിയിട്ട് അപ്പൊ ഞാൻ എങ്ങനെ സംസാരിച്ചത് എനിക്ക് ഇഷ്ടമാണോ, എങ്കിൽ പിന്നെ ഇത് മുമ്പേ പറഞ്ഞുകൂടായിരുന്നോ എന്നെ അപ്പത്തൊട്ട് തുടങ്ങിയവള് പിന്നെ സംസാരം നിർത്തത്തേ ഇല്ല. അതിനുശേഷം ലൂവാനും അവനുവേണ്ടി കേക്ക് ഉണ്ടാക്കിയിട്ട് അത് അവന്റെ ലോക്കറി വെക്കാൻ പോകുമ്പോഴാണ് അവനാണ് സോയാ മിൽക്ക് അവിടെ വെച്ചിട്ട് ആ വാങ്ങിച്ചതിന്റെ ബാക്കി ഇതിനകത്തുണ്ടെന്ന് പറയും. അതുകൊണ്ട് വേസ്റ്റ് ആയിരിക്കാൻ വേണ്ടി ഇവൾ അക്കൗണ്ടിൽ 10 രൂപ ഇട്ടിട്ട് ഇത് എടുത്തോണ്ടാവും പറയുമ്പം അവളാണ് ഇതെന്തൊരു ബിസിനസ് എന്ന് പറഞ്ഞ് അവളത് എടുത്തോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവളത് കുടിച്ചു നോക്കിയിട്ട് ഇത് കിടിലൻ ടേസ്റ്റാന്ന് പറഞ്ഞ് അവൾ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവസാനമായിട്ട് അവനെ വഴക്കുറഞ്ഞ് ഓർമ്മ വരും. അതോടെ അവളും കുറച്ച് കുറ്റബോധത്തോടെ അവന്മാരൊക്കെ സംസാരിച്ചതിന് വെറുതെ അവനോട് ദേഷ്യപ്പെട്ടെന്ന് ഇവള് സോറി അയക്കാൻ വേണ്ടി ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളും നേരിട്ട് സോറി അയച്ച മിക്കവാറും നാണക്കേടായി പോകുന്നറിഞ്ഞ് ഇവനെ പോലെ തന്നെ പേപ്പർ എഴുതാൻ തീരുമാനം എടുക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ സോറി ഒക്കെ ചോദിച്ചിട്ട് അവസാനം അവന്റെ സ്വിമ്മിംഗ് ക്ലബിലെ ലോക്കറി വെക്കാൻ പോകുമ്പോഴാണ് മറ്റേ സീനിയറിനോട് റെൻ ഇവിടെ ഉണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ ട്രെയിനിങ് കഴിഞ്ഞിട്ട് എപ്പോഴേ പോയെന്നറിഞ്ഞ് ഇവൾക്ക് മെസ്സേജ് ഇടുമ്പം അവൾ സമാധാനത്തിൽ ഇതായിരിക്കും പെർഫെക്റ്റ് ചാൻസ് എന്നറിഞ്ഞ് അവന്റെ ലോക്കറി ഇവള് സോറി എഴുതിയ പേപ്പർ വെക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അതിനകത്ത് ലോക്കുള്ളത്. ഇത് കണ്ട് അവൾ മേടിച്ചിട്ട് ഈ ലോക്കറിനകത്ത് എന്തോ ലോക്കുള്ള ഏതിന് അവള് പാസ്വേഡ് ഒക്കെ അടിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പം പറയുന്നൊരു ശബ്ദം കേൾക്കും 053 എന്ന് പറഞ്ഞ് അടിച്ചാന്ന്. അത് കേട്ട് അവളാണ് താങ്ക്സ്, പക്ഷെ ഈ പാസ്വേഡ് നിനക്കെങ്ങനെ അറിയാം ഏതിന് അവൾ തിരിഞ്ഞു നോക്കുമ്പം ഇവിടെ റെന്നിനെ കണ്ട് പേടിച്ചിരിക്കും. അതിനുശേഷം അവനും ഇവളിവിടെ എന്തോ ചെയ്യുന്ന പറഞ്ഞ് ചോദിക്കുമ്പം ഇവളാണ് ഞാൻ ഈ സോറി ലെറ്റർ വയ്ക്കാൻ വന്നതെന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് ആ പേപ്പർ എടുത്ത് കാണിക്കും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ അത് അവൾക്ക് നേരിട്ട് തന്നെ പറഞ്ഞോടാൻ ചോദിക്കുമ്പം അവൾ അന്ന് വെറുതെ ഇവനോട് ദേഷ്യം സംസാരിച്ചതിനൊക്കെ സോറി പറയും. അങ്ങനെ നമ്മൾ തമ്മിൽ ഇനി ബന്ധമൊന്നുമില്ല, ജസ്റ്റ് ക്ലാസ്മേറ്റ്സ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവനും എങ്കിൽ പിന്നെ നമ്മൾ ജസ്റ്റ് ക്ലാസ്മേറ്റ്സ് ആണ്, ആ കിസ്സൊക്കെ മറക്കാൻ പറയും. ചിലപ്പോൾ നമ്മൾ തമ്മിൽ ആ സമയത്ത് ഒരു ഫീലിങ്സ് വന്നുകൊണ്ടായിരിക്കും കിസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവളത് വലിയ കാര്യമായിട്ട് എടുക്കണം എന്ന് പറയും. എന്നും പറഞ്ഞ് അത് ഇവളെ ചുമ്മാ കളിയാക്കാൻ വേണ്ടി ഒന്നല്ല അവൻ കിസ് ചെയ്തെന്ന് പറയുമ്പം ഇവളത് കേട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവർ എന്നും ഞാനിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞ് നിനക്ക് തന്നെ എന്നോട് ഇഷ്ടം തോന്നുന്നു പറഞ്ഞ് അവൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കും. കാരണം തൽക്കാലം ഇവളുടെ ഇഷ്ടത്തിന് അവൻ പോകാൻ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.